പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ മറ്റൊന്നും വേണ്ട, ഈ ഒറ്റ കറി മതി നമുക്ക് ചോറുണ്ണാൻ. നല്ല കിടിലൻ ഒരു കറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കണ്ടേ? എന്നാൽ ഓടിവായോ. അപ്പോൾ അതാ മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 10-20 ചുമന്നുള്ളി നമുക്ക് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്, ഹൈപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ ഞാൻ ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റി കോരി മാറ്റുന്നുണ്ട്. ഈ ഉള്ളി കോരി മാറ്റിയതിന് ശേഷം നമുക്കൊരു 2 തക്കാളി മുഴുവനെ ഒന്ന് വഴറ്റിയെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റി നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പച്ച മണവും തക്കാളിയുടെ ഒരു പച്ച ചുവയുണ്ടല്ലോ, അതും കാണത്തില്ല നമുക്ക് കറിയിൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓമയ്ക്ക ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു പകുതി ഓമയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പകുതി ഓമയ്ക്ക ഇട്ട് ഒരു 5-6 മിനിറ്റ് തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ കൂട്ടി വെക്കരുത് കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിട്ടായിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ സമയത്ത് ഒന്ന് തണുത്ത് വരുമ്പോൾ ഈ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ല എളുപ്പത്തിലല്ലേ സ്കിന്ന് മാറ്റിയെടുത്ത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓമയ്ക്കൊക്കെ ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ വഴന്നൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇത്രയും മതിയാവും. ഓമയ്ക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റിയതിന് ശേഷം അതേ ചട്ടി തന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂണ് പച്ച ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു 3 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോരുത് കേട്ടോ. എന്തായാലും ഒരുപാട് മൂത്ത് പോയാലും ടേസ്റ്റ് മാറും. ഇനി ഇതിലേക്ക് ഒരു 2 കറി ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് ചേർക്കുക. ഞാനിപ്പോൾ 3 എണ്ണം ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം, കുറച്ച് മതി എന്നുള്ളവർക്ക് ഒരു പച്ചമുളക് ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ പൊടിയിലേക്ക് നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളിയും പേസ്റ്റ് അരച്ച് വെച്ചിട്ടില്ല അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി അതൊന്ന് തിളച്ച് വരുമ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് തിളച്ച് വരട്ടെ. പുളിയുടെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഇപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. രുചിക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഓമയ്ക്ക കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഓമയ്ക്കൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ അയ്യങ്ങളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമ്മളൊന്ന് ചട്ടി ചുറ്റിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നല്ല വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ കറി ഒന്ന് വറ്റിച്ചെടുക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഓമയ്ക്ക് നല്ലപോലെ ഒന്ന് നമ്മൾ വഴറ്റിയായിട്ടേക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഓമയ്ക്ക.
ഇങ്ങനെ വെക്കുമ്പോൾ ഓമയ്ക്ക ആ കഷ്ണത്തിനകത്ത് ഉപ്പും പുളിയും എരിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് ഇത്രയും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചട്ടി ചുറ്റിച്ചൊന്ന് ഇറക്കി അടച്ച് വെച്ചാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ഓമയ്ക്കാക്കറി. ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട ചോറ് കഴിക്കാൻ. ചിക്കനോ ബീഫോ മട്ടനോ മാറി നിൽക്കുന്നതിൻ്റെ മുന്നിൽ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല മണമാണ് കേട്ടോ. ആ ഉലുവയുടെയും നമ്മൾ ചേർത്ത ഇഞ്ചിയുടെ ഒക്കെ ആ ഫ്ലേവർ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.